കൂട്ടുകാരെ, മല്ലുഫ്ലിക്സിന്റെ മറ്റൊരു റീക്യാപ്പ് വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമുക്ക് നോക്കാം നെറ്റ്ഫ്ലിക്സിന്റെ ഡാർക്ക് 3ാമത്തെ സീസണിലെ 4th എപ്പിസോഡ്. ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ 3ാമത്തെ സീസണിലെ ഓരോ എപ്പിസോഡുകളിലും ഒരുപാട് ഡീറ്റെയിൽസ് ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കുറച്ച് സമയമെടുത്ത് റീക്യാപ്പ് വീഡിയോ ചെയ്യുന്നതും. കാരണം വീഡിയോയുടെ ക്വാളിറ്റിയിലും ഒരു കുറവും വരുത്തരുത് എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. എല്ലാവർക്കും ഇത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ക്ഷമയോടെ വീഡിയോയ്ക്ക് കാത്തിരുന്ന എല്ലാവർക്കും നന്ദി ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ. വീഡിയോയിലോട്ട് കിടക്കാം. 3ാമത്തെ സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ നമുക്ക് 1950s പോയിട്ടില്ല. ഡേറ്റ് കാണിക്കുന്നു, ഒന്ന് ശ്രദ്ധിക്കുക. 24 സെപ്റ്റംബർ 1954. യങ്ങായിട്ടുള്ള ട്രോണ്ടേനെ കാണിക്കുന്നു. ട്രോണ്ടെ നടന്ന് ആ കേവ്സിന്റെ അവിടെ എത്തുന്നു. കേവ്സിന്റെ അവിടെ എത്തുമ്പോൾ ട്രോണ്ടെ ഒരാളിനെ കാണുന്നു. ആരാന്ന് നോക്കാം. നമ്മുടെ അൺനോൺ ആണ്. അൺനോൺ ഏത് സീനിൽ വന്നാലും നമുക്കൊരു പേടിയാണ്. കാരണം കൊല്ലാനായിട്ടാണ് അൺനോൺ മെയിനായിട്ട് വരിക. ക്യാരക്ടറിനെ കൊല്ലുവോ എന്നുള്ളൊരു പേടി എപ്പോഴും അൺനോൺ സ്ക്രീനിൽ വന്നാൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമല്ല. അൺനോൺ ട്രോണ്ടയോട് പറയുന്നു, നീ ഒരുപാട് വളർന്നു, എനിക്ക് നിന്റെ അമ്മനെ അറിയാം എന്ന് പറയുന്നുണ്ട്. അതായത് ആഗ്നസിനെ അറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രോണ്ടെ സ്വാഭാവികമായിട്ട് ചോദിക്കുന്നു, നിങ്ങൾ ആരാണ്, എന്താണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്, എന്തിനാണ് എന്നോട് സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അപ്പൊ അൺനോൺ കൊടുക്കുന്ന ആൻസർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അൺനോൺ പറയുന്നു, എനിക്ക് ഒരു പേരില്ല, ഞാൻ ജനിച്ചപ്പോഴേ എനിക്ക് ആരും പേര് ഇട്ടിട്ടുമില്ല, പക്ഷെ നിന്റെ പേര്, അതായത് ട്രോണ്ടെ എന്നുള്ള പേര് ഞാനാണ് ഇട്ടത് എന്ന് പറയുന്നു. എന്നിട്ട് ഒരു വള പോലത്തെ ഒരു ഓർണമെന്റ് ആഗ്നസിന്റെ ആണെന്ന് പറഞ്ഞിട്ട് ട്രോണ്ടേക്ക് കൊടുക്കുന്നു. സൂക്ഷിച്ചു വെക്കൂ എന്ന് പറഞ്ഞിട്ട് ട്രോണ്ടേക്ക് കൊടുക്കുന്നു. ട്രോണ്ടെ ഇതൊക്കെ കണ്ട് പേടിച്ച് ഓടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഫാൻ തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്നസിനും ഈ അൺനോണിനും ഉണ്ടായ മകനാണ് ട്രോണ്ടെ എന്നൊരു ഫാൻ തിയറി ഉണ്ട്. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ അതിന്റെ ഒരുപാട് ഫാൻ തിയറീസ് വരും. റെഡിറ്റിലൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്, ചെക്ക് ചെയ്യുക. അതിന്റെ എന്തെങ്കിലും സൂചനകൾ നമുക്ക് ഇനി വരും എപ്പിസോഡുകളിൽ ഉണ്ടോ എന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ അറിയുന്ന ഇൻഫർമേഷൻ ഇങ്ങനെയൊക്കെയാണ്. നമ്മുടെ ഹന്ന ഉണ്ടല്ലോ, ഹന്ന നമ്മൾ അവസാനം കാണുമ്പോൾ ഈഗോന്റെ കൂടെ ആണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈഗോണുമായിട്ട് ഒരു അഫെയറിലാണ് ഹന്ന. 1954 ഹന്ന എവിടെ ചെന്നാലും, ഹന്ന ഏത് വർഷത്തിലായാലും ഒരു അഫെയറിൽ ആണ് എപ്പോഴും ഉണ്ടാവുന്നത്. ഇത് 2ാമത്തെ തവണയാണ്. ഈഗോൺ വൈഫിനെല്ലാം ചീറ്റ് ചെയ്തിട്ടാണ് ഹന്നയുടെ കൂടെ അഫെയറിൽ ഉള്ളത്. ഇവിടെ വെച്ച് ഈഗോൺ ഒരു കാര്യം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് ഹന്നയ്ക്ക്. അതായത് സെന്റ് ക്രിസ്റ്റഫേഴ്സിന്റെ ലോക്കറ്റ്. ഈ ലോക്കറ്റ് സഞ്ചരിക്കാത്ത വർഷങ്ങളൊന്നുമില്ല. അപ്പൊ ഇത് ഇവിടെ വെച്ച് ഈഗോൺ ഹന്നയ്ക്ക് സമ്മാനമായിട്ട് കൊടുക്കുകയാണ്. ഇതൊന്ന് നോട്ട് ചെയ്യാം. എന്നിട്ട് പറയുന്നു, നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, ഡോക്ടറെ കാണുമെന്ന് പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് ഈഗോൺ ഇറങ്ങുന്നു. എന്നിട്ട് ഈഗോ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ ഭാര്യയുണ്ട്, അതായത് നമ്മുടെ ഡോറിസ് ഉണ്ട്. അവിടെ ഡോറിസ് വളരെ വെറീഡ് ആണ്. എന്താന്ന് നോക്കുമ്പോൾ ആഗ്നസ് 3 മാസമായിട്ട് കാണാനില്ല. ആഗ്നസ് ആവട്ടെ മകനായ ട്രോണ്ടയെ ഇവരുടെ വീട്ടിൽ വിട്ടിട്ടാണ് പോയിരിക്കുന്നത്. എങ്ങോട്ടാണ് പോയത് എന്ന് ഒരു പിടുത്തമില്ല. ആഗ്നസും ഡോറിസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഡോറിസ് വളരെ ഡിസ്റ്റർബ്ഡ് ആണ് ആഗ്നസ് പോയതിൽ. ഒന്നും പറയാതെ ആയിരിക്കും പോയത്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം. എന്നിട്ട് സ്വയം ഒരു ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നുണ്ട് ഡോറിസ്. അതായത് ഹാനോ ടോബർ എന്ന അവിടുത്തെ പള്ളിയിലെ അച്ഛനും ആ സെയിം സമയത്ത് മിസ്സിംഗ് ആയിട്ടുണ്ട്. അത് നമ്മുടെ നോവന്റെ ശരിക്കുള്ള പേരാണ് HT, അതായത് ഹാനോ ടോബർ എന്നാണ് നോവയുടെ ശരിക്കുള്ള പേര്. അപ്പൊ ഈ 2 പേരും സെയിം സമയത്ത് മിസ്സിംഗ് ആയിട്ടുണ്ട്. ആഗ്നസ് പണ്ടൊരു ഹസ്ബൻഡ് പാസ്റ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈഗോണിനോട് എല്ലാ ഇൻഫർമേഷനും പാസ് ചെയ്യുന്നു. ഈഗോണിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഈ കേസ് അന്വേഷിക്കാൻ. എന്നാൽ ഡോറിസിന് വളരെ ഇൻട്രസ്റ്റ് ഉണ്ട് ആഗ്നസ് എവിടെയാണെന്ന് അന്വേഷിക്കാനായിട്ട്. ഹന്ന നേരെ ഡോക്ടറിനെ കാണാൻ ചെല്ലുന്നു. വലിയൊരു കാര്യം സംഭവിക്കുന്നു. അതായത് ഹന്ന പ്രഗ്നന്റ് ആവുന്നു. 3 മാസമായല്ലോ ഇപ്പൊ ഈഗോണായിട്ടുള്ള അഫെയർ സ്റ്റാർട്ട് ചെയ്തിട്ട്. അങ്ങനെ ഹന്ന പ്രഗ്നന്റ് ആവുകയാണ്. ഈഗോണാണ് അച്ഛൻ. ഇത് ഹന്നയ്ക്ക് വലിയൊരു ഷോക്ക് ആവുന്നു. ഡോറിസ് വന്ന പോലെ ബേൺറ്റ് ഡോപ്ലറിന്റെ ഭാര്യയും നമ്മുടെ ഹെൽഗേന്റെ അമ്മയായ ഗ്രറ്റ വരുന്നു. ഗ്രറ്റയ്ക്ക് വേണ്ടതും സെയിം കാര്യമാണ്. അതായത് ആ പള്ളിയിൽ അച്ഛനെ കാണാനില്ല, നമ്മുടെ നോവനെ കാണാനില്ല. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളത് അന്വേഷിക്കുന്നില്ല എന്നൊക്കെ ഈഗോണോട് ചോദിക്കുന്നുണ്ട്. മൊത്തം ഈ 2 പേരിനെയും കാണാനില്ല. അപ്പോൾ 2 പേരിൻ്റെയും ആവശ്യക്കാരൊക്കെ വന്ന് പോലീസിൽ പരാതിപ്പെടുന്നുണ്ട്.
അങ്ങനെ പ്രഗ്നന്റ് ആയ കാര്യം അറിയിക്കാൻ വേണ്ടി ഈഗോന്റെ അടുത്ത് വരുന്നു ഹന്ന. പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു. ഈഗോൺ ആകെ വറീഡ് ആവുന്നു. എന്നിട്ട് ചോദിക്കുന്നു എന്റെ തന്നെയാണോ കുട്ടി എന്നൊക്കെ ചോദിക്കുന്നു. ഇത് ഹന്നനെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഹന്ന കുറെ ചീത്തയൊക്കെ പറയുന്നുണ്ട്. ഈഗോൺ ഹന്നയെ സമാധാനിപ്പിക്കുന്നു. അവസാനം ഹന്ന പറയുന്നു എനിക്ക് ഈ കുട്ടീനെ പ്രസവിക്കൊന്നും വേണ്ട, ഞാനിത് അബോർട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഈഗോന്റെ മുന്നിലും മറ്റൊരു ഓപ്ഷൻ ഇല്ല. അപ്പൊ ഈഗോൻ ഒരു കാര്യം ചെയ്യുന്നു. ഡാനിയൽ പറഞ്ഞതാന്ന് പറഞ്ഞിട്ട് ഒരു അബോർഷൻ ചെയ്യുന്ന ഒരു അഡ്രസ്സ് കൊടുക്കുന്നു. അങ്ങനെ ഹന്ന ആ ഒരു അഡ്രസ്സിൽ എത്തുന്നു. അവിടെ എത്തുമ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. അവിടെ ഹന്നനെ പോലെ വേറൊരു ആളും ഉണ്ട് അബോർട്ട് ചെയ്യാനായിട്ട് അവിടെ വന്നിരിക്കുന്നത്. ഹെലീന ആൽബേഴ്സ് എന്നാണ് അവരുടെ പേര്. ഹെലീന ആൽബേഴ്സ് നമ്മൾ നേരത്തെ കണ്ടതാണ്. ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കാത്തറീനന്റെ അമ്മന്റെ പേരാണ് ഹെലീന ആൽബേഴ്സ്. അങ്ങനെ ഹന്നയും കാത്തറീനയുടെ അമ്മയും കൂടി സംസാരിക്കുന്നു. അവരാ സെന്റ് ക്രിസ്റ്റഫേഴ്സിന്റെ ലോക്കറ്റിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ ഹെലീന അബോർഷൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഹന്നയ്ക്കൊരു മനസ്സ് മാറുന്നു. ഇനി ഞാൻ അബോർട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്നു. എന്നിട്ട് ആ സെന്റ് ക്രിസ്റ്റഫേഴ്സിന്റെ ലോക്കറ്റ് ഹെലീനയുടെ ആ ഡ്രസ്സിന്റെ മുകളിൽ വെക്കുന്നു. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് എന്താണ് പേരെന്ന് ചോദിക്കുന്നുണ്ട് ഹന്നയോട്. ഹന്ന ശരിക്കും കാത്തറീന എന്നുള്ള പേരിലാണല്ലോ ഇപ്പൊ ഇവിടെ ജീവിക്കുന്നത് 1954. അപ്പോ കാത്തറീന വളരെ നല്ലൊരു പേരാന്ന് പറയുന്നുണ്ട് ഹെലീന ആൽബസ്, അതായത് കാത്തറീനന്റെ അമ്മ. അപ്പൊ ഈ കാത്തറീന എന്നുള്ള പേര് ഈ ഹന്നയുടെ ഈ പേര് ഇൻസ്പയർ ആയിട്ടാണ് കാത്തറീനയ്ക്ക് അമ്മ ഈ പേര് ഇടുന്നത്. പിന്നെ നമ്മൾ ഈ സെന്റ് ക്രിസ്റ്റഫേഴ്സിന്റെ ലോക്കറ്റ് സെക്കൻഡ് എപ്പിസോഡിൽ, 3rd സീസണിന്റെ സെക്കൻഡ് എപ്പിസോഡിൽ ഹെലീനയുടെ കയ്യിൽ ഈ സെന്റ് ക്രിസ്റ്റഫേഴ്സിന്റെ ലോക്കറ്റ് കണ്ടതാണ്. അതും എങ്ങനെയാണ് ഹെലീനയ്ക്ക് കിട്ടിയത് എന്നുള്ള കാര്യം ഇവിടെ വെച്ച് കൺഫേം ആവുന്നു. അങ്ങനെ അബോർഷൻ ചെയ്യാതെ ഹന്ന അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഡോറിസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. ഡോറിസ് നേരെ പള്ളിയിലോട്ട് പോകുന്നു. പള്ളിയിൽ പോകുമ്പോൾ നമ്മുടെ അൺനോൺ ഉണ്ട് അവിടെ. അപ്പോൾ ഡോറിസിന് വേണ്ടത് നമ്മുടെ നോവനെ കുറിച്ച് ചോദിക്കാനാണ് ഡോറിസ് പള്ളിയിൽ ചെല്ലുന്നത്. അവിടെ കാണുന്നത് അൺനോണിനെ. അപ്പൊ അൺനോണിനോട് നിങ്ങളാണോ പുതിയ പള്ളിയിൽ അച്ഛന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാനല്ല, ഞാൻ പണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഡോറിസ് വലിയ കെയറിംഗ് ഒക്കെ പോലെ നുണ പറയുന്നു. അതായത് ട്രോണ്ടെ ഒറ്റയ്ക്കാണ്, ട്രോണ്ടനെ രക്ഷിക്കണം, കുട്ടിയല്ലേ അവൻ എന്നൊക്കെ പറയുന്നുണ്ട്. അൺനോൺ എല്ലാ കാര്യങ്ങളും അറിയാലോ. അപ്പോൾ സത്യം പറയാൻ നീ കുട്ടിക്ക് വേണ്ടി അല്ലല്ലോ വന്നത്, എനിക്ക് വേണ്ടത് ആഗ്നസിനെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അത് വലിയൊരു ഷോക്കാവുന്നു ഡോറിസിന്. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു കൊടുക്കുന്നു. നിന്റെ ഹസ്ബൻഡ് ആള് ശരിയല്ല, നിന്റെ ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യം ശരിയല്ല. എന്തിനാണ് അയാള്, അതായത് നമ്മുടെ ഈഗോൺ രാവിലെ നേരത്തെ പോകുന്നതും വളരെ വൈകി വീട്ടിലെത്തുന്നതും? വേറൊരു ആളുമായിട്ട് അഫെയർ ഉണ്ടെങ്കിലോ നീ നിന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചു നോക്കൂ എന്നുകൂടെ ഡോറിസിന് പറഞ്ഞു കൊടുക്കുന്നു. ഡോറിസ് ഇതെല്ലാം കേട്ട് ആകെ ഷോക്ക്ഡ് ആവുന്നുണ്ട്. ഇനി ബേൺറ്റ് ഡോപ്റ്ററിന്റെ ഒരു ഫോൺ കോൺവെർസേഷൻ ആണ്. അതിൽ പറയുന്നത് ഈ ബിൽഡിങ്ങിന്റെ പെർമിറ്റ് കിട്ടുന്നതേ ഇല്ല. അതായത് ന്യൂക്ലിയർ പ്ലാന്റ് ബിൽഡ് ചെയ്യാനുള്ള പെർമിറ്റ് കിട്ടുന്നതേ ഇല്ല. അതിന് മേയറുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഫോണിൽ പറയുന്നുണ്ട്. ഇതൊക്കെ ക്ലോഡിയ അവിടെ നിന്ന് കേൾക്കുന്നുമുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ഒരു കാറിൽ കയറുന്നു. ആ കാറിൽ നമ്മുടെ അൺനോൺ ഉണ്ട്, ആ 3 പേരും ഉണ്ട്. എന്നിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ന്യൂക്ലിയർ പ്ലാന്റിന്റെ ബിൽഡിങ്ങിന്റെ പെർമിറ്റ്സ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ വിൻഡനിൽ ന്യൂക്ലിയർ പ്ലാന്റ് വരാനുള്ള കാരണമേ ഇതല്ലേ, ഈ ബിൽഡിംഗ് പെർമിറ്റ് കൊടുക്കുന്നത് കൊണ്ടല്ലേ. ഇയാളെ ഭീഷണിപ്പെടുത്തി ആ ബിൽഡിംഗ് പെർമിറ്റ്സ് ഒപ്പിടിപ്പിച്ച് വാങ്ങിക്കുന്നു നമ്മുടെ അൺനോൺ. എന്നിട്ട് നേരെ ബേൺറ്റ് ഡോപ്ലറിന്റെ ആ വീടിന്റെ ആ വാതിലിൽ കൊണ്ട് വെക്കുന്നു ഈ ഡോക്യുമെന്റ്സ്. ബേൺറ്റ് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഈ അപ്രൂവ്ഡ് ബിൽഡിംഗ് പെർമിറ്റ്സ് കാണുന്നു. ബേൺറ്റും ഞെട്ടുന്നു. ഇപ്പൊ ഏകദേശം എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് ഈ അൺനോൺ ആണ് ഈ സൈക്കിള് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആള്. ഈഗോൺ വീട്ടിലെത്തുമ്പോൾ ഡോറിസ് പറയുന്നു എനിക്ക് ഡൈവോഴ്സ് വേണം, നമ്മളിത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു, നമുക്ക് പിരിയാം, അതാണ് നല്ലത് എന്ന് പറയുന്നു. അപ്പോൾ ഇതിനുള്ള കാരണക്കാരൻ നമ്മുടെ അൺനോൺ ആണ്. കാരണം അൺനോൺ ഈ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഡോറിസ് ഒരിക്കലും ഈഗോനെ ഡൈവോഴ്സ് ചെയ്യില്ലായിരുന്നു. ഇങ്ങനെയാണ് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ട് വരുന്നത്. നമുക്കൊന്നിനി സെക്കൻഡ് വേൾഡിൽ വരെ പോയിട്ട് ഇനി ഫസ്റ്റ് വേൾഡിലേക്ക് മടങ്ങി വരാം. അപ്പോൾ സെക്കൻഡ് വേൾഡിൽ നമ്മൾ അവസാനം കാണുമ്പോൾ ആ മരുഭൂമിയിലായിരുന്നു ജോനാസും സെക്കൻഡ് മാർത്തയും. അവരൊരു പുതിയൊരാളിനെ പരിചയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പെട്ടെന്ന് നോക്കാം. ഈ പുതിയ ക്യാരക്ടറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് നമ്മൾ ആ ഇവയുടെ മുഖത്ത് കണ്ടില്ലേ ഒരു പാട്, ഒരു വെട്ടുകൊണ്ട് പോലത്തെ ഒരു പാട്, ആ സെയിം പാട് ഈ ഒരു സ്ത്രീന്റെ മുഖത്തും ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് മാർത്തയുടെ ഇവ ആവുന്നതിന്
മുന്നേ ഉള്ള ഒരു വേർഷനാണെന്ന്. നമുക്ക് തൽക്കാലം ഇവരെ ഓൾഡ് മാർത്ത എന്ന് വിളിക്കാം. ഇതാണ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ പറഞ്ഞ് ഈ സീസണിൽ ഒരുപാട് മാർത്തമാരുണ്ട്. അപ്പോൾ ഈ മാർത്തനെ നമുക്ക് തൽക്കാലം ഓൾഡ് മാർത്ത എന്ന് വിളിക്കാം. അപ്പോൾ ഓൾഡ് മാർത്ത നേരെ ഇവരൊരു ബങ്കറിൽ കൊണ്ടുപോകുന്നു. അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചോക്കൊക്കെ കൊണ്ട്. കുറേ പേരുകളും കുറേ ഫാമിലി ട്രീ പോലെയൊക്കെ എഴുതി വെച്ചിട്ടാണ് ഉള്ളത്. ആരുടെയും ഫോട്ടോസ് ഒന്നുമില്ല. എന്നിട്ട് മാർത്തയ്ക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ആ കേവിലൂടെ വന്നു കഴിഞ്ഞാൽ പാസ്റ്റും ഫ്യൂച്ചറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ മാർത്ത ചോദിക്കുന്നു എന്താണ് ഈ ചില പേരുകളൊക്കെ ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്, അപ്പൊ എന്താണ് ഈ പേരുകളൊക്കെ വെട്ടിയിരിക്കുന്നത് എന്ന് മാർത്ത ചോദിക്കുന്നു. നമ്മുടെ സെക്കൻഡ് മാർത്ത. അപ്പോൾ ഓൾഡ് മാർത്ത ആൻസർ ചെയ്യുന്നു, അതായത് അപ്പോക്കലിപ്സ് നടക്കും, അതായത് നമ്മുടെ ജോനാസിന്റെ വേൾഡിൽ സംഭവിച്ച പോലത്തെ അപ്പോക്കലിപ്സ് നിന്റെ വേൾഡിലും നടക്കും ഈ 2 ദിവസത്തിൽ. അതിൽ മരിക്കുന്ന ആൾക്കാരുടെ പേരൊക്കെയാണ് വെട്ടിയിരിക്കുന്നത്. നമ്മുടെ മിക്കലും മാഗ്നസും ഒക്കെ ഉണ്ട് അതിലും. ഇത് മാർത്തയ്ക്ക് വിഷമം ഉണ്ടാക്കുന്നു. എന്നിട്ട് ഓൾഡ് മാർത്ത എങ്ങനെയാണ് ഈ അപ്പോക്കലിപ്സ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് എന്ന് ജോനാസിനും സെക്കൻഡ് മാർത്തയ്ക്കും പറഞ്ഞു കൊടുക്കുന്നു. അതായത് നിങ്ങൾക്ക് 2 പേർക്കും സാധിക്കും. ആ ബാരൽസ് ഉണ്ടല്ലോ, ആ ന്യൂക്ലിയർ പ്ലാന്റിലെ, അത് അവർ ഓപ്പൺ ചെയ്യും. അത് ഓപ്പൺ ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ജോനാസ് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഇതൊക്കെ നിങ്ങളുടെ സെക്കൻഡ് വേൾഡിലത്തെ കാര്യമല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത്? ഇവ എന്നോട് പ്രോമിസ് ചെയ്തത് എൻ്റെ മാർത്തനെ, അതായത് എൻ്റെ ഫസ്റ്റ് വേൾഡിലെ മാർത്തനെ സേവ് ചെയ്യാന്നാണല്ലോ, അതെങ്ങനെയാണെന്ന് കൂടെ പറയൂ എന്ന് പറയുന്നു. അപ്പോൾ ഈ ഓൾഡ് മാർത്ത പറയുന്നു, ഇവ നിന്നോട് നുണ പറഞ്ഞതാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. 2 വേൾഡും കൂടെ സേവ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കില്ല. ഏതെങ്കിലും ഒരു വേൾഡ് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. നിന്റെ വേൾഡിന്റെ കാര്യം നീ കണ്ടതാണല്ലോ, അവിടെ ആഡം എന്തൊക്കെ ചെയ്യുമെന്നും നീ അവിടെ എന്തൊക്കെ ചെയ്യുമെന്നും ആ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്നു ഓൾഡ് മാർത്ത. എന്നിട്ട് പറയുന്നു, ഈ വേൾഡിൽ നിനക്ക് മിക്കലിനെ സേവ് ചെയ്യാം, പിന്നെ ഈ വേൾഡിൽ നീയും മാർത്തയും ഇമ്പോസിബിൾ അല്ല എന്നും കൂടെ പറയുന്നുണ്ട്. അതായത് ശരിക്കും മാർത്തയും ജോനാസും ഇമ്പോസിബിൾ ആണല്ലോ, ഈ വേൾഡിൽ ഇമ്പോസിബിൾ അല്ല എന്നാണ് ഓൾഡ് മാർത്ത പറയുന്നത്. അത് ജോനാസ് ഒന്ന് ശരിക്കും നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മാർത്ത ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് 2 പേർക്കും ഭ്രാന്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെടുന്നു ആ ബങ്കറിൽ നിന്നും. ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി പോകുന്നു. അങ്ങനെ സെക്കൻഡ് മാർത്ത ഓടി പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം കൂടെ കേട്ടിട്ട് ആകെ മൈൻഡ് ഔട്ട് ആയിരിക്കുകയാണ് സെക്കൻഡ് മാർത്ത. ജോനാസ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്കും ഇങ്ങനെ തന്നെ ആയിരുന്നു ഇതൊക്കെ ആദ്യം, പിന്നെ എല്ലാം ശരിയായി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. മാർത്ത ഇതെല്ലാം സത്യമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജോനാസിനോട്. ജോനാസ് പറയുന്നു, ഇതെല്ലാം സത്യമാണ്, പക്ഷെ ഇതെല്ലാം ശരിയാക്കാനുള്ള ഒരു വഴിയുണ്ട് എൻ്റെ കയ്യിൽ, അതിലെത്തുന്നവരെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് പറയുന്നുണ്ട്. അത് സെക്കൻഡ് മാർത്തയ്ക്ക് ഒരു ഹോപ്പ് കൊടുക്കുന്നു. 2 പേരും കൂടി വന്ന പോലെ ആ കേവ്സിന്റെ ഉള്ളിലേക്ക് പോകുന്നു, സെക്കൻഡ് വേൾഡിലേക്ക് മടങ്ങി പോകുന്നു. ഇതേസമയം ആ ബങ്കറിൽ നമ്മുടെ ഓൾഡ് മാർത്ത ഉണ്ടല്ലോ, ഓൾഡ് മാർത്ത നേരത്തെ വരച്ചു വെച്ച ഫാമിലി ട്രീയിൽ ഒരു മാറ്റം വരുത്തുന്നു. അതായത് ജോനാസും മാർത്തയും ജോയിൻ ആയിട്ട് ഒരു ഇൻഫിനിറ്റി ഫോം ചെയ്യുന്ന പോലെ വരച്ചു വെക്കുന്നു പുതിയതായിട്ട്. ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണാം. ഇപ്പൊ ഒരാൾ വരുന്നു ബങ്കറിലേക്ക്, നോക്കുമ്പോൾ നോവയാണ്, അതായത് നമ്മുടെ സെക്കൻഡ് വേൾഡിലെ നോവയായിരിക്കണം. നോവ എന്നിട്ട് ഓൾഡ് മാർത്തയോട് പറയുന്നു, നമ്മൾ എല്ലാവരും ജനിച്ചത് അവൻ കാരണമാണ്, നീയാണ് അവന് ജന്മം നൽകിയത്, അതുകൊണ്ട് ഇപ്പൊ അവൻ നമുക്ക് നമ്മുടെ ലൈഫ് മടക്കി തരും. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് ഇപ്പൊ മനസ്സിലാവുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവുമായിരിക്കും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് ഈ സീന് അവസാനിക്കുന്നു. അങ്ങനെ കേവിലൂടെ വന്ന് നമ്മുടെ സെക്കൻഡ് മാർത്തയുടെ റൂമിലേക്ക് എത്തുന്നു ജോനാസും സെക്കൻഡ് മാർത്തയും. എന്നിട്ട് ഇവിടെ വെച്ച് ഒരു ഇമോഷണൽ മൊമെന്റ് ഉണ്ടാവുകയാണ്. അതായത് സെക്കൻഡ് മാർത്ത ഒരു സത്യം പറയുന്നു, അതായത് നീ ഫസ്റ്റ് സ്കൂളിൽ വന്നില്ലേ, അപ്പൊ എനിക്ക് നിന്നെ പണ്ട് എവിടെയോ കണ്ട പോലെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു, ഏതോ ഒരു സ്വപ്നത്തിലോ അങ്ങനെ എന്തോ ഒരു കണ്ട പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്നിട്ട് നിന്റെ വേൾഡിലെ മാർത്ത എങ്ങനെയാണ്, എന്നെ പോലെയാണോ, അത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ വെച്ച് കുറച്ച് റൊമാൻറ്റിക് ആവുകയാണ് 2 പേരും. എന്നിട്ട് ഇവര് കിസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് സെക്സിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഫസ്റ്റ് വേൾഡിലെ ജോനാസും സെക്കൻഡ് വേൾഡിലെ മാർത്തയും തമ്മിൽ സെക്സിൽ ഏർപ്പെടുകയാണ്. ഒരു ചെറിയൊരു സീന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ സെക്കൻഡ് വേൾഡിലെ ഇവയുടെ ആ ഒരു റൂം ഉണ്ടല്ലോ, ആ ആഡം ആൻഡ് ഈവിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന റൂം, അവിടെ വെച്ച് നമ്മുടെ അൺനോൺ ഉണ്ടല്ലോ, പണ്ട് ഈ ബുക്ക് എഴുതിയത് ആരാന്ന് ചോദിക്കുമ്പോൾ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും എല്ലാം അറിയുന്ന ഒരാളാണ് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നില്ലേ നോവ. അതുപോലെ നമ്മുടെ അൺനോൺ ആണ് ആ
ആ ബുക്ക് ഉണ്ടല്ലോ, ആ ഒരു സിഗ്മൻഡസിന്റെ ലോഗോക്കുള്ള ഒരു ബുക്ക്, ബ്രൗൺ കളർ ബുക്ക്, അത് എഴുതി കംപ്ലീറ്റ് ആക്കുന്നു അൺനോൺ. അതും കാണിക്കുന്നുണ്ട്. അപ്പൊ ആ ബുക്ക് ആരാണ് എഴുതിയത് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അൺനോൺ ആണ് ആ ബുക്ക് എഴുതിയത്. എന്തൊക്കെ എപ്പൊക്കെ നടക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ആ ബുക്ക്. ഇനി നമുക്ക് മടങ്ങി പോവാം ഫസ്റ്റ് വേൾഡിലേക്ക് തന്നെ. ഫസ്റ്റ് വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോവാം. അതായത് നമ്മുടെ ആഡമും ബ്ലാക്ക് മാർത്തയും എല്ലാമുള്ള ആ ഫ്യൂച്ചറിലേക്ക് പോവാം. അവിടെ ആഗ്നസിനെ കാണിക്കുന്നു. ആഗ്നസും ആഡമും ഉണ്ട്. ആഡം പറയുന്നു നീ ചെയ്തത് വളരെ ശരിയാണ്, എന്താണെന്ന് വ്യക്തമല്ല. എന്നിട്ട് ഒരു ന്യൂസ് പേപ്പർ കട്ടിങ് കൊടുക്കുന്നു. അത് നമ്മുടെ ക്ലോഡിയ മുത്തശ്ശി മരിക്കുന്ന ആ ഒരു ന്യൂസ് ആണ്. ഇത് സമയമാവുമ്പോൾ നീ ക്ലോഡിയെ ഏൽപ്പിക്കണമെന്ന് ആഡം പറയുന്നു. ആഗ്നസ് സമ്മതിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലാക്ക് മാർത്തനെയാണ് കാണിക്കുന്നത്. ബ്ലാക്ക് മാർത്തന്റെ അടുത്ത് വയസ്സായ മാഗ്നസ് ഉണ്ട്, നമ്മുടെ ഓൾഡ് മാഗ്നസ് പറയുന്നു, ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ കണ്ടു മാർത്ത ആ ന്യൂക്ലിയർ ഫ്യൂവലൊക്കെ 1888 കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ഒന്നും പറയാതെ അവരെ പറ്റിച്ച് മുങ്ങുകയും ചെയ്തു. അപ്പോൾ ഓൾഡ് മാഗ്നസ് പറയുന്നു, ഞാൻ എപ്പോഴും ആലോചിക്കും എന്തിനാണ് നീ അന്ന് അങ്ങനെ ചെയ്തത് എന്ന്. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അതായത് ഞങ്ങൾ തന്നെയാണ് നിന്നോട് അങ്ങനെ ചെയ്യാൻ പറയുന്നത് എന്ന്. വീണ്ടും ഒരു ബൂട്ട് സ്ട്രാപ്പ് പാരഡോക്സിന്റെ ഒരു എക്സാമ്പിൾ ആണിത്. അതായത് ഇവര് തന്നെയാണ്, അതായത് ഇവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൾഡ് മാഗ്നസും ആഡമും എല്ലാവരും കൂടിയിട്ടാണ് ബ്ലാക്ക് മാർത്തയെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് 1888 പറഞ്ഞു വിട്ടത്. അത് ഇവിടെ വെച്ച് മനസ്സിലാവുന്നു. പിന്നെ ആഗ്നസ് ആഡമിനോട് ചോദിക്കുന്നുണ്ട്, നീ മാർത്തയോട് എന്താണ് ഒറിജിൻ എന്നുള്ള കാര്യം ഇപ്പോഴെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഒറിജിന്റെ കഥകൾ കേട്ടിട്ടുണ്ട്. ആദ്യം പറഞ്ഞു മൈക്കിള് സൂയിസൈഡ് ചെയ്യുന്നതാണ് ഒറിജിൻ എന്ന് പറഞ്ഞു. പിന്നെ അപ്പോക്കലിപ്സ് ആണ് ഒറിജിൻ എന്ന് പറഞ്ഞു. അങ്ങനെ പല ഒറിജിനും കേട്ടിട്ടുണ്ട്. ഇനി പുതിയൊരു ഒറിജിൻ ഇപ്പൊ വരാൻ പോകുന്നുണ്ട്. അത് എന്താന്ന് നോക്കാം. അടുത്ത സീന് കാണിക്കുന്നത് ആഗ്നസ് എല്ലാവരോടും യാത്ര പറഞ്ഞ് ഫ്യൂച്ചറിൽ ഇപ്പൊ ആഡമും ഓൾഡ് മാഗ്നസും സിൽജയും എല്ലാവരും ഉണ്ടല്ലോ, അവരോടൊക്കെ യാത്ര പറഞ്ഞ് ആ യെല്ലോ റേഡിയേഷൻ സൂട്ടൊക്കെ ഇട്ട് ടൈം ട്രാവൽ ചെയ്യാൻ പോവുകയാണ്. എന്തിനാണ് പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വ്യക്തമല്ല, ഇപ്പോ മെൻഷൻ ചെയ്യുന്നില്ല. നമുക്ക് വഴിയെ കാത്തിരുന്ന് കണ്ടുപിടിക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സീനാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ബ്ലാക്ക് മാർത്തയും ആഡമും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്. വലിയൊരു ട്വിസ്റ്റ് വരാൻ പോകുന്നുണ്ട് ഈ ഒരു സീനിന്റെ അവസാനം. കാത്തിരുന്ന് നോക്കാം എന്താന്ന്. അതായത് മാർത്തയ്ക്ക് എന്തോ ഒരു പ്രോമിസ് കൊടുത്തിട്ടാണ് മാർത്ത ഇപ്പൊ ഈ ആഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്. അതായത് 1888 പോയിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പൊ മാർത്ത ചോദിക്കുന്നു, നീ പറഞ്ഞതൊക്കെ ചെയ്തു, ഇനി നീ എനിക്ക് തന്ന പ്രോമിസ് പാലിക്കൂ എന്ന് പറയുന്നു. പ്രോമിസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ എന്താണെന്ന് ആഡം പറഞ്ഞു കൊടുക്കാം, അതാണ് പ്രോമിസ്. എന്നിട്ട് ആ ഒറിജിനെ നശിപ്പിച്ചിട്ട് ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനാണ് ബ്ലാക്ക് മാർത്ത ശ്രമിക്കുന്നത്. എല്ലാവരും രക്ഷിക്കാൻ ആണല്ലോ ഈ സൈക്കിൾ ബ്രേക്ക് ചെയ്യുന്നത്. അത് തന്നെയാണ് ബ്ലാക്ക് മാർത്തയുടെ ഉദ്ദേശം. ആഡം പറയുന്നു, എനിക്ക് 66 കൊല്ലം എടുത്തു ഈ ഒരു കാര്യം മനസ്സിലാവാനായിട്ട്, എനിക്ക് പറഞ്ഞു തരാം, സമയമായി എന്ന് പറയുന്നു. ആഡം നേരെ ബ്ലാക്ക് മാർത്തയും കൂട്ടി നമ്മുടെ ജോനാസിന്റെ വീട്ടിൽ പോകുന്നു. ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ് വീട്. ആ വീട്ടിലെ ആ ജോനാസിന്റെ റൂമിലേക്ക് പോകുന്നു. ബ്ലാക്ക് മാർത്ത ചോദിക്കുന്നു, എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് എന്ന് ആഡം പറയുന്നു. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ആഡം പറയുന്നു, എന്തിനാണ് നിന്നെയും ജോനാസിനെയും സെക്കൻഡ് വേൾഡിൽ ഇവ ഒരു മിഷന് വേണ്ടി പറഞ്ഞയച്ചത്? അത് ശരിക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറിജിനില്ലേ അത് ഉണ്ടാക്കാനാണ്. അതായത് ഇപ്പൊ നമ്മൾ കണ്ട ആ മരുഭൂമിയിലൊക്കെ പോയി വന്നിട്ട് ഉള്ള കാര്യമില്ലേ, അത് ശരിക്കും ഇവ ജോനാസിനോട് മുഴുവൻ പറഞ്ഞിട്ടില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അതിന്റെ മുഴുവൻ കാര്യമാണ് ഇപ്പൊ ആഡം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് സെക്കൻഡ് മാർത്തയും ജോനാസും കൂടെ ആ മിഷന് ഇവ പറഞ്ഞു വിട്ടതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറിജിൻ ഉണ്ടാക്കാനാണ്. ഈ ഒറിജിൻ എന്ന് പറയുന്ന കാര്യം നിന്റെ വയറ്റിൽ വളരുന്ന കുട്ടിയാണ് ഒറിജിൻ. എനിക്ക് ഒരു മകൻ ഉണ്ടാവും, ആ മകനാണ് ഒറിജിൻ. ഇവര് രണ്ടുപേരും സെക്സിൽ ഏർപ്പെട്ടു എന്ന് നമ്മൾ കുറച്ചു മുന്നേ കണ്ടതേ ഉള്ളൂ. ആ ഒരു സെക്സിൽ ഏർപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഒരു കുട്ടി ഉണ്ടാവുന്നത്. ആ കുട്ടിയാണ് ഒറിജിൻ. അപ്പൊ ഈ ബ്ലാക്ക് മാർത്ത എന്ന് നമ്മൾ വിളിക്കുന്ന ഈ മാർത്ത ഉണ്ടല്ലോ, അത് ആക്ച്വലി ഈ സെക്കൻഡ് മാർത്ത തന്നെയാണ്. ഈ ബ്ലാക്ക് മാർത്തയുടെ വയറ്റിലാണ് ഇപ്പൊ കുട്ടിയുള്ളത്. ആഡം വീണ്ടും പറ്റിച്ചു ബ്ലാക്ക് മാർത്തനെ. ഈ സീന് കഴിഞ്ഞതും വേറെ
വേറൊരു സീന് കാണിക്കുന്നത് നമ്മുടെ സെക്കൻഡ് വേൾഡിലെ ഇവയുടെ റൂമിൽ ഈ ഇൻഫിനിറ്റി എന്നുള്ള ഒരു സിമ്പിൾ ഉണ്ടല്ലോ, അതായത് ഒറിജിൻ. ഈ രണ്ടുപേര് ജോനാസും മാർത്തയും ഒരുമിച്ച് ജോയിൻ ചെയ്തുണ്ടാവുന്ന ആ ഒറിജിൻ ഉണ്ടല്ലോ, അതിൽ വന്ന് നിൽക്കുകയാണ് നമ്മുടെ അൺനോൺ. ഇതിൽ നമുക്കൊരു ചെറിയൊരു ക്ലൂ കിട്ടുന്നത് ഈ അൺനോൺ ആണ് ഇവർക്ക് ഉണ്ടാവുന്ന ഈ മകൻ. അതിപ്പോ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ലെങ്കിലും ഒരു വിഷ്വലി നമുക്കൊരു ക്ലൂ തരികയാണ്. കാത്തിരിക്കാം കൂടുതൽ ഡീറ്റെയിൽസിനായി. ആ സീനോടുകൂടി, ആ ഞെട്ടിപ്പിക്കുന്ന സീനോടുകൂടി ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഓരോ എപ്പിസോഡുകളിലും മൂന്നാമത്തെ സീസണിന്റെ ഒരുപാട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കാര്യമായിട്ട് ശ്രദ്ധിക്കണം. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ കാണാൻ ശ്രമിക്കൂ. എന്തേലും ഫാൻ തിയറീസോ ഞങ്ങൾക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഉറപ്പായിട്ടും കമന്റ് ചെയ്യൂ. നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.